ഹലോ, യെസ് വേർ ആം ഗോയിങ്. ഇന്ന് ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഡേ ആണ്. എല്ലാവർക്കും കാണുമല്ലേ, നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു രാവിലെ 5:30 എത്തണം എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ 3 മണിക്ക് ഒഴിച്ചിരുന്ന് ഉറങ്ങാനും പറ്റാതെ അങ്ങനെ. അതേപോലെ എനിക്ക് എവിടെ ട്രിപ്പ് പോയാലും ഐ റിയലി ലവ് എൻജോയിങ് ട്രാവലിങ്. സോ അങ്ങനെയുള്ള ഒരാൾക്ക് എവിടെയെങ്കിലും പോകണം എന്ന് പറയുമ്പോഴത്തേന് ഉറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ 4 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഐ എം വെരി എക്സൈറ്റഡ്. ഇപ്പോൾ സമയം 7:30 ആട്ടോ. പക്ഷെ ഇപ്പോൾ ഭയങ്കര ഇരുട്ടാണ്. ഇതുവരെയായിട്ട് വെളിച്ചം വന്നിട്ടില്ല. ഇപ്പോൾ തണുപ്പുള്ള രാജ്യങ്ങളിലെല്ലാം പൊതുവെ ഇങ്ങനെയാണ്. എനിക്ക് ഐ ഗസ് ഒരു 8:15 ഒക്കെ ആകുമ്പോഴത്തേന് ഒരു ലൈറ്റ് വരുമായിരിക്കണം. എനിക്കെന്തായാലും ഒരു 8 ആകുമ്പോഴത്തേന് വീട്ടിൽ നിന്ന് ഇറങ്ങാം. സോ ഞാൻ എവിടെ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. സോ ഐ ആം ഗോണ ഗോ ടു ഗുദൗരി. ഗുദൗരി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ ദ നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ജോർജിയ. സോ ഗുദൗരി ഒരു സ്കീയിങ് ഏരിയ കേട്ടോ. അപ്പം അവിടെ സ്കീയിങ് ചെയ്യാം. പിന്നെ എന്തൊക്കെയോ ഉണ്ട്, ഞാൻ മറന്നുപോയി എന്താ ഉണ്ടായിരുന്നത്. എന്തായാലും ഞാൻ വഴിയെ കാണിച്ചിട്ട്. Hi guys. Hello guys. Good morning. Guys, നമ്മൾ അടുത്ത് പറ്റിയ ബസ് കാണും. എയർ കണ്ടീഷണറി. എത്രയ്ക്ക് നമ്മളുടെ വണ്ടി എടുക്കുമ്പോൾ തന്നെയാണ്, പക്ഷേ എടുത്തിട്ടില്ല ഇതുവരെ. വൻ ചതിയായിരിക്കും. ഇപ്പം ഫുഡ് ബുക്ക് ചെയ്തവർക്ക് ഫുഡും ആയിട്ട് അവരിവിടെ തന്നെ കഴിക്കും. അപ്പം മണി 9 കഴിഞ്ഞ് ഇപ്പോൾ എത്താണ്. എന്തായാലും ഇതുവരെ വണ്ടി എടുത്തില്ല, അങ്ങനെ എടുക്കുമായിരിക്കും. ജസ്നിക്ക് സ്കൂളിലെ കലാതിലകമായിരുന്നു. ജസ്നി കലാതിലകം കലാമണ്ഡലം ആണ് കേട്ടോ. നീ ഏതാണ്? 30 വയസ്സ് വരെ ജീവിക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത്. 1 വർഷം കൂടെ ഉള്ളൂ. ജ്യോതിഷം അല്ലടാ, ജ്യോതിഷം. പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി. അപ്പോൾ നമ്മുടെ പാട്ടൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മളിത് ഈ പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് സിംഗ് വാലി റിസർവോയർ. ദിസ് പ്ലേസ് വാസ് ബിൽറ്റ് ഇൻ 1980s. പക്ഷേ ഈ റിസർവോയർ വരുന്നതിന് മുന്നേ ഇവിടെ ഒരു ചെറിയൊരു വില്ലേജ് ഉണ്ടായിരുന്നു. ഈ റിസർവോയർ ഉണ്ടാക്കിയതിന് ശേഷം ദിസ് പ്ലേസ് വാസ് കംപ്ലീറ്റ്ലി ഡ്രൗൺഡ്. ഇവിടുത്തെ ആൾക്കാർ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ രാത്രി ചില സമയങ്ങളിൽ ഇവിടെ കുറച്ച് മഫിൾഡും വിസ്പേഴ്സും ഒക്കെ ആയിട്ട് വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കാറുണ്ട്. അത് ഈ നഷ്ടപ്പെട്ടു പോയ ഈ ഒരു വില്ലേജിൻ്റെ സൗണ്ടാണെന്നാണ് ഇവിടുത്തെ ആൾക്കാർ വിശ്വസിക്കുന്നത്. നമ്മൾ സിംഗ് വാലി റിസർവോയറിലെത്തി. എന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോ സെഷൻ കഴിഞ്ഞാൽ അതിൻ്റെ ഞാൻ ഇവിടുത്തെ സ്ഥലം കാണിച്ചിടാം. ഭയങ്കര അടിപൊളിയായിട്ടോ. സമ്മറിൽ സ്കൈൻ്റെ റിഫ്ലക്ഷനും പിന്നെ അതിലുള്ള ആൽഗയൊക്കെ കാരണം ലേക്ക് കാണാൻ ഒരു ടർക്കോയ്സ് കളറിലും, വിൻ്ററിൽ ഈ ലൈറ്റ് പെനിട്രേഷൻ കുറവായതുകൊണ്ടൊക്കെ വിൻ്ററിലൊരു ഡീപ്പ് ബ്ലൂ കളറായിരിക്കും നമ്മുടെ ഈ ലേക്കിൻ്റെ കളർ. ടിബ്ലിസിയിലേക്കുള്ള ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈൻ്റെ മെയിൻ സോഴ്സും നമ്മുടെ ഈ ലേക്ക് തന്നെയാണ്. എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലുള്ള പോലെ ഇവിടെയും കുറേ സുവനീഴ്സും ജ്വല്ലറീസും ഒക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ കണ്ണിൽ പെട്ടെന്ന് അട്രാക്റ്റായ ഈ ഷോൾസ്, ഇത് ഹാൻഡ് മെയ്ഡാണ്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചത്ര എക്സ്പെൻസീവും അല്ലായിരുന്നു. ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. നമ്മളിതേ ഇപ്പം നല്ലൊരു ഫോർട്രസിൽ വന്നു. നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കിഡിലൻ ക്ലൈമറ്റ് പറയാണ്ടിരിക്കാൻ വയ്യ. നല്ല വെയിലും ഉണ്ട്, ചെറിയൊരു തണുപ്പുണ്ട്. ജാക്കറ്റ് ഇടേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ ടിബ്ലിസിയിൽ നിന്ന് ഇറങ്ങിയപ്പം അവിടെ നല്ല തണുപ്പായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഇപ്പം സമയം എത്ര 10:30 എന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ സ്നോ ഉണ്ട്. പക്ഷെ നല്ല വെയിലും ഒരു നല്ലൊരു തണുപ്പ്. അതന്നെ ഇവിടെ എത്തിയിട്ട് ഇവിടുത്തെ ആർക്കിടെക്ചർ കണ്ടിട്ട് മൈ ജോ ലിറ്ററലി ഡ്രോപ്ഡ്. ഈ ഫോർട്രസിൽ 2 ചർച്ചസ് ഉണ്ട്. ഒരു ചർച്ചും ഒരു ചാപ്പലും ആയിട്ടാണുള്ളത്. അപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്യുന്നവർ ചർച്ച് ഉള്ളതുകൊണ്ട് ചർച്ചിൽ കയറണമെങ്കിൽ ദർ ഇസ് എ ഡ്രസ് കോഡ്, സോ യു ഹാവ് ടു ഫോളോ ദാറ്റ്. അപ്പോൾ ബാക്ക് ടു ദ ഫോർട്രസ്. ദിസ് പ്ലേസ് വാസ് ബിൽറ്റ് ഇൻ ദ 16th century. ഈ ഫോർട്രസിൽ 2 കാസൽസ് ഉണ്ട്. ഈ കാസൽസ് ഒരു വാളായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്, വിച്ച് ഇസ് വെരി സ്ട്രോങ്. So this place was home to Arkavi dukes.
You have a very powerful noble family in the Arkavi region, and they controlled military, lands, and they were involved in local politics as well. In 1739, some rival clans attacked them and killed them, and they took over the place. ഇവിടെ കുറച്ച് സീക്രട്ട് ടണൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അന്നത്തെ സമയത്ത് ആളുകൾ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേനും ഇവിടുത്തെ ആൾക്കാരെ ദാറ്റ് ഹെൽപ്ഡ്. പിന്നെ ദർ ഹാവ് ബീൻ എ സാക്രിഫൈസ് ദാറ്റ് വാസ് മെയ്ഡ് ടു സ്ട്രെങ്തൻ ദ ഫോർട്രസ്. അന്ന എന്ന് പറയുന്ന ഒരു ലേഡീനെ ഇവിടുത്തെ വാൾസിൽ ജീവനോടെ ബറി ചെയ്തിട്ടുണ്ട്. യുനോ, ആൻഡ് ദേ ഓൾ ബിലീവ് ദാറ്റ് ഹൗസ് സ്പിരിറ്റ് പ്രൊട്ടക്ട്സ് ദ ഫോർട്രസ്. ഇവിടെ കയറുമ്പോൾ ഇച്ചിരി സൂക്ഷിച്ച് വേണം കയറാൻ. നമ്മൾ സ്റ്റെപ്പൊക്കെ ഉണ്ട്, പക്ഷേ ഇച്ചിരി പണ്ട് ഉണ്ടാക്കിയാണല്ലോ, അപ്പം ഇച്ചിരി പൊളിഞ്ഞാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ നടക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് കിടക്കണം. ജസ്റ്റ് ബി അലേർട്ട്. ഇവിടുത്തെ സ്റ്റെപ്പ് കയറുമ്പോഴൊന്നും ഒരു പ്രശ്നമില്ല, പക്ഷെ ഈ സ്റ്റെപ്പൊക്കെ കയറി തിരിച്ചിറങ്ങുമല്ലോ, അപ്പം കാലൊന്ന് സ്പ്രെയിൻ ആവും. അപ്പം മോനെ ഭയങ്കര സുഖമാണ്. കുറച്ച് നേരം നമ്മളൊന്ന് കോച്ചി പിടിച്ച് നടക്കണം, പക്ഷെ പ്രശ്നമില്ല. പക്ഷെ മേലത്തെ വ്യൂ സീനല്ലേ. ഇപ്പം നിൽക്കുന്ന റഷ്യൻ ജോർജിയൻ ഫ്രണ്ട്ഷിപ്പ് മോണമെൻ്റ് ആട്ടോ. ഇത് 1983 ആണ് ഉണ്ടാക്കിയ സംഭവം. എന്ന് വെച്ചാൽ ജോർജിയയുടെയും റഷ്യയുടെയും ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു അലയൻസ് ആയിട്ട് കാണിക്കാനായിട്ട്, ഒരു സിംബലൈസ് ചെയ്യാനായിട്ട് ആക്കിയ ഒരു ഇതാണ് ജോർജിയൻ റഷ്യൻ മോണമെൻ്റ്. ഇവിടെ ബേസിക്കലി ഉള്ളത് കുറേ മ്യൂറൽസും കുറച്ച് ആർട്സും അങ്ങനെയുള്ള കുറച്ച് സംഭവമാണ്. ഇത് ഒരുപാട് ചുരം പോലെ ഉള്ളിടം കയറിയിട്ടാണ് നമ്മളിവിടെ വന്നത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. വലിയ തണുപ്പില്ല. തണുപ്പുണ്ടെന്ന് പറഞ്ഞിട്ടോ തെർമോസൊക്കെ ഇട്ടോ, പക്ഷെ ഇവിടെ അത്ര തണുപ്പൊന്നുമില്ല. മഞ്ഞുണ്ട് എന്നേ ഉള്ളൂ, പക്ഷെ ഒരു 2-3 ഡിഗ്രി. കാറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായിട്ടില്ല. ഞാൻ എന്തായാലും കാണിച്ചു തരാം. എവിടെ പോവാ? അങ്ങനെ നമ്മൾ മോണുമെൻറ്റിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ വീഡിയോൻ്റെ ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഗുദൗരി എന്ന് പറഞ്ഞ സ്ഥലം, അവിടേക്കാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 1:30 ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ അവിടെ പോയിട്ട് നമ്മളടുത്ത് ഒരു 5 മണിയാകുമ്പോഴത്തേന് തിരിച്ച് ബസ്സിൻ്റെ അവിടത്തേക്ക് വരാനാണ് പറഞ്ഞേക്കുന്നത്. ഈ റിസോർട്ടിലെത്തി. എന്നിട്ട് നമ്മളത് ഇപ്പം മേലെ പോവാം കേബിൾ കാറിൽ. നമ്മളിത് ഇനി ടിക്കറ്റ് എടുക്കാനായിട്ട് കേബിൾ കാറിലേക്ക് പോകേണ്ട ടിക്കറ്റ് എടുക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ 20 ജെല്ലാണ് കൊടുക്കേണ്ടത്. 10 അങ്ങോട്ടും 10 ഇങ്ങോട്ടേക്കും. അപ്പോൾ ഇതെടുത്തിട്ട് നമ്മൾ ടോട്ടൽ 12 പേരുണ്ട്. നമ്മൾ 6 ആയിട്ട് 2 കേബിൾ കാറിലായിട്ടാണ് മേലേക്ക് പോകുന്നത്.
പറഞ്ഞില്ലായിരുന്നോ തണുപ്പ് അത്രയ്ക്കില്ല എന്ന്. പക്ഷെ മേലേക്ക് കഴിയുമ്പോഴാണ് മനസ്സിലായത് ഇപ്പം വിചാരിച്ച മാതിരി അല്ല, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നമ്മൾ മേലേക്ക് പോകുമ്പോൾ കണ്ടതാട്ടോ ഈ ആളുകൾ ഈ സ്കീയിങ് ചെയ്യുന്നത്. ഇറ്റ് ലുക്സ് സോ ഫൺ. ആക്ച്വലി നമുക്കൊരു പണി പറ്റി, അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം. നമ്മളെല്ലാവരും കൂടെ ഒരു ആന മണ്ടത്തരം കാണിച്ചു. പക്ഷേ സത്യത്തിൽ നമ്മുടെ മിസ്റ്റേക്കാരനില്ല. കുറച്ച് സ്നോയിൽ കളിച്ച് എനിക്ക് ശ്വാസം കിട്ടണില്ല. അപ്പോൾ വെച്ചാൽ നമ്മൾ കേബിൾ കാറിൽ മേലെ പോയാലോ. മേലെ പോയപ്പം നമ്മുടെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു. അവിടെ എത്തുമ്പോഴത്തേന് സംഭവം ആ സേഫ്റ്റി ബെൽറ്റ് പോലെ ഇട്ട സാധനം തന്നെ പൊങ്ങിപ്പോകുന്നു. പക്ഷെ അതാണെങ്കിൽ അങ്ങനെ പോയില്ല, നമ്മൾ തന്നെ അവിടെ നിന്ന് പൊക്കണമായിരുന്നു. പക്ഷെ സംഭവം അത് പതുക്കെ അല്ലായിരുന്നു നിന്നത്, ഇച്ചിരി സ്പീഡുണ്ടായി. പക്ഷെ സ്പീഡുണ്ടായി, അതുകൊണ്ട് നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റിയില്ല. എന്നിട്ട് നമ്മളത് തിരിച്ച് റിട്ടേൺ ആയതും അങ്ങേര് നമ്മളെ നോക്കിയിട്ട് നിങ്ങളെന്തുവാ കാണിക്കുന്നതെന്ന് നോക്കുക. പക്ഷെ നമുക്ക് മേലെ നിൽക്കാൻ പറ്റിയില്ല. പക്ഷെ മേലെ അടിപൊളിയായിരുന്നു. നമ്മൾ മാത്രമല്ല, നമ്മുടെ ഫ്രണ്ടിൽ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവർക്ക് മനസ്സിലായില്ല സംഭവം എങ്ങനെയാണെന്ന്. പിന്നെ അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായ നമ്മുടെ ആ നമ്മൾ ഇരുന്നേക്കുന്ന ആ സീറ്റിൻ്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ടായിരുന്നു പ്ലീസ് ലിഫ്റ്റ് ഇറ്റ് ബിഫോർ എക്സിറ്റ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ ആരും ശ്രദ്ധിച്ചില്ല, നമ്മുടെ മിസ്റ്റേക്കാണ്. പക്ഷെ നമ്മൾ വന്ന സമയത്ത് അവിടെ ആളുണ്ടായില്ല. പിന്നെ നമ്മൾ വിചാരിച്ച് താഴെ നിന്ന് ഏതെങ്കിലും സൈഡിൽ നിന്ന് മേലേക്ക് കയറാം. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പ്ലാന്. നമ്മളിത് ഇപ്പോൾ ഇവിടെ സൈഡിൽ വന്നിട്ട് മഞ്ഞിറിഞ്ഞ് അടിച്ച് സീനാക്കുവാണ്. ഞാൻ അതിൻ്റെ അവസാനമായിട്ട് നിങ്ങൾ കാണാൻ പോവുകയാണ്. On one bike, we go to 2%. Okay. താങ്ക് യു. ഇങ്ങനെ ക്യാഷ് വെച്ചിട്ട് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. സോ നമ്മളതിന് കയറിയില്ല. അപ്പോൾ ജസ്നി കുറച്ച് റീൽസ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിൻ്റെ പരിപാടിയിൽ പോവാം. എൻ്റെ ലിപ്സ്റ്റിക്ക് പകുതി ഞാൻ തിന്നു. വിചാരിച്ച പോലെ അല്ല, ഇറ്റ്സ് ഫ്രീസിങ് കോൾഡ്. ഭയങ്കര തണുപ്പ്, സഹിക്കാൻ പറ്റില്ല, ഭയങ്കര സീനാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര എന്തോ ഞാൻ ദൈവത്തിനെ പോലെ ഇരിക്കുന്നത്, എന്താണോ എന്തോ. നോക്ക്, എന്നെ കാണാൻ ദൈവത്തിനെ പോലെ ഇല്ലേ, ചുറ്റും കണ്ട. ഗൈസ് തണുപ്പ് എങ്ങനെയുണ്ട്? സൂപ്പർ തണുപ്പാണ് ഗൈസ്. ആക്ച്വലി നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ തണുപ്പില്ലെന്ന് മോഹം കണ്ടോ? പക്ഷെ ഓക്കെ ഇവിടെ പറ. ആക്ച്വലി നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ തണുപ്പൊന്നുമില്ല. ജാക്കറ്റ് ഒന്നും വേണ്ടാന്ന് ചോദിച്ചു. പക്ഷെ ഒരു ആഫ്റ്റർ 20 minutes ലൈക്ക് സീനാണ്. നമ്മള് ജാക്കറ്റ് ഇല്ലാതെ ഇറങ്ങി നമ്മൾ ചത്തുവാണ്. ഗ്ലൗസ് എടുത്തില്ലാന്നെങ്കിൽ തീർന്നു. ചുണ്ടൊക്കെ ഫ്രീസ് ആയിട്ടുള്ള സംസാരിക്കാൻ പറ്റുന്നില്ല.
പോകാനായിട്ട് ഇപ്പോൾ വണ്ടി ഒരു ഇടത്ത് നിർത്തി കുറച്ച് പേരൊക്കെ ഇറങ്ങി. ഞാൻ ഇറങ്ങിയില്ല, എനിക്ക് വെയിലിന് പുറത്തിറങ്ങാൻ ചൂടെന്ന വലിയ ടാസ്ക്കാണ്. ട്രിപ്പൊക്കെ അടിപൊളിയായിരുന്നു, ഭയങ്കര നൈസായിരുന്നു കേട്ടോ ട്രിപ്പ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തണുപ്പ് ഇച്ചിരി സീനായിരുന്നു. നമ്മൾ ആദ്യം വിചാരിച്ച പോലെ അല്ലായിരുന്നു കേട്ടോ തണുപ്പ് പോയിരുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പം വലിയ തണുപ്പില്ല. നമ്മുടെ ടിബ്ലിസിൽ തണുപ്പുണ്ടായി, പക്ഷെ അത് കഴിഞ്ഞിട്ട് പോയ 2 സ്ഥലമുണ്ടല്ലോ, റഷ്യൻ മോണമെൻറ്റ്